സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നും മഹാദേവൻ്റെ മെസ്സേജ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, 30 തിങ്കളാഴ്ച എന്നൊക്കെ പറയും. ഇന്ന് വിവാഹമാവാത്ത പെൺകുട്ടികളൊക്കെ തിങ്കളാഴ്ച വ്രതം എടുക്കാറുണ്ട്. വിവാഹ തടസ്സമുള്ള പെൺകുട്ടികൾക്കൊക്കെ ശിവനും പാർവതിയുള്ള അമ്പലത്തിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും വളരെ വിശേഷമാണ്. ശ്രീ പാർവതി തന്നെ ഒരുപാട് കാലം കഠിനവ്രതം അനുഷ്ഠിച്ചിട്ടാണ് മഹാദേവനെ ഭർത്താവായി ദേവിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കല്യാണപ്രായമായിട്ടും വിവാഹം നടക്കാത്ത കുട്ടികൾക്കും മാരീഡ് ലൈഫിൽ പ്രോബ്ലംസ് ഉള്ളവർക്കും ഒക്കെ ഈ തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതും ഉമാമഹേശ്വര പൂജ ശിവൻ്റെ പാർവതി കൂടിയുള്ള അമ്പലത്തിൽ ചെയ്യണതും വിവാഹ തടസ്സത്തിനും മാരീഡ് ലൈഫിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തീരാനായിട്ട് വളരെ വിശേഷമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും 30 തിങ്കളാഴ്ച വളരെ വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് ഇന്ന് മഹാദേവൻ്റെ മെസ്സേജ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മഹാദേവൻ്റെ ആദ്യത്തെ മെസ്സേജ്, ദിസ് വാസ് ഡെസ്റ്റിൻഡ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വിധിക്കപ്പെട്ടതായിരുന്നു, അത് ദൈവനിശ്ചയമായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് കാർഡ്, ലാക്കിങ് ഓണസ്റ്റി. അതായത് ഇടപെടുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയുടെ അഭാവമുണ്ടെന്ന് പറയുന്നത്. ഭഗവാൻ സത്യമേവ ജയതേ, സത്യം ഈശ്വരനാണ്. ഏതൊരു കാര്യത്തിലും നമ്മൾ ഇടപെടുമ്പോൾ സത്യസന്ധതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണം. കള്ളത്തരങ്ങൾക്ക് ഒരു താൽക്കാലികമായ ജയമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സത്യസന്ധത പാലിക്കുക. ഏതൊരു കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ സത്യസന്ധതയോടെ ചെയ്യുക. ഇവിടെ ഒരു സത്യസന്ധതയുടെ അഭാവം കാണുന്നുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് സത്യസന്ധത പാലിക്കുക. അടുത്ത കാർഡ്, ഡോണ്ട് സ്റ്റക്ക് ഹിയർ, മൂവ് ഓൺ. അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ കുടുങ്ങിക്കിടങ്ങുകയാണെങ്കിൽ അവിടെ കുടുങ്ങിക്കിടക്കാതെ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് ഭഗവാന്റെ മെസ്സേജ്. വളരെ 3 നല്ല മെസ്സേജാണ് ഭഗവാൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മഹാദേവൻ്റെ സന്ദേശം എല്ലാവർക്കും ഉൾക്കൊള്ളാനാവട്ടെ. ആ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.